Good morning. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? നോക്കിയേ. അപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 6 രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. അപ്പൊ അതിനകത്ത് എന്താണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഓപ്പറേഷൻ മാനേജ്മെന്റ് ആണ്. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അല്ലെ, ഒരുപാട് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്, അവിടെ പ്രവർത്തനങ്ങളുണ്ട് അല്ലെ. അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ കൈകാര്യം. നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് അവിടെ എന്താ പറഞ്ഞ, ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എന്താ, refers to overseeing the day-to-day practice of a healthcare facility. The day-to-day practice of a healthcare facility. എന്താണ് ഒരു ഇതിനു വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, പേഷ്യൻസിന്റെ അനുഭവത്തെയും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഗോൾസ്, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളെയും ഇമ്പാക്ട് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അതിന്റെ ആ ഒരു മേൽനോട്ടം വഹിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓപ്പറേഷൻ മാനേജ്മെന്റ് അല്ലെ. ഫസ്റ്റ് സെന്റൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്തു. ഇനി ഈ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് നമ്മൾ എങ്ങനെയാ 3 കമ്പോണന്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങള്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള മാനേജ്മെന്റ്. മൂന്നാമത്തെ ലീഗൽ, നിയമപരമായിട്ടുള്ള മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു അതിനകത്ത് വരുന്നത്? മാനേജിംഗ് ക്ലെയിംസ്, മെഡിക്കൽ ബില്ലിംഗ്, റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് അല്ലെ, വാല്യൂ ബേസ്ഡ് റീഎംബേഴ്സ്മെന്റ്, അവിടെ തിരിച്ചടവുകൾ, ഇതെല്ലാം ഫിനാൻഷ്യലിൽ തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? medical and office supplies, scheduling employees, responsibility to question from staff and customers, and updating patient records. ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങളാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ്. ലീഗൽ എന്ന് പറഞ്ഞ എന്തിനെ പറ്റി, എന്താണ്? പ്രാക്ടീസസ് യൂഷ്വലി റിവോൾവ് അറൗണ്ട് കംപ്ലൈന്റ്സ് ആൻഡ് ക്രെഡൻഷ്യലിംഗ് അല്ലെ, അവിടുത്തെ പോളിസി ആൻഡ് പ്രൊസീജിയർ, അതിനെ ചുറ്റിപ്പറ്റിയാണ് ലീഗൽ പ്രവർത്തനങ്ങള്. ക്ലിയർ ആയില്ലേ? 3 പിന്നെ നമ്മൾ അതിനകത്ത് നെക്സ്റ്റ് പാരഗ്രാഫ് പറഞ്ഞേ, മാനേജ്മെന്റ് ഫോക്കസ് ഓൺ ഓവർസീയിങ് ദ ഫെസിലിറ്റി ആൻഡ് സ്റ്റാഫ് ഫംഗ്ഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. The healthcare operation management focus on, എന്തിനെ ഫോക്കസ് ചെയ്തേക്കുന്നേ? ഫെസിലിറ്റി ആൻഡ് സ്റ്റാഫ് ഫംഗ്ഷൻ, അതിന്റെ മേൽനോട്ടം, സ്റ്റാഫ്, അവിടുത്തെ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങള്, അതുപോലെ സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങള്, ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റിയാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്തേക്കുന്നത് അവിടുത്തെ സൗകര്യങ്ങളും അതുപോലെ സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളെയുമാണ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിലെ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്? The importance of operation management in health care. ഒരു ഹെൽത്ത് കെയറിലെ, ഒരു ആരോഗ്യ പരിചരണത്തിലെ ഈ പ്രവർത്തന മാനേജ്മെന്റ്, അവിടുത്തെ പ്രവർത്തനങ്ങള്, അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെ. നമുക്ക് തോന്നിയ രീതിയിലാകാൻ പാടില്ല, അവിടെ കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, കറക്റ്റ് രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അത് ഈ ഹെൽത്ത് കെയറിലെ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുണ്ട്, വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. ഓക്കെ, the importance of operation management in healthcare cannot be overstated. Overstated എന്ന് പറഞ്ഞാൽ അമിതമായി പറയാൻ കഴിയില്ല അതിന്റെ പ്രാധാന്യം. The importance of operation management in healthcare. ഹെൽത്ത് ഓപ്പറേഷൻ മാനേജ്മെന്റ് പ്രാധാന്യം നമുക്ക് അമിതമായിട്ട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? The healthcare industry is incredibly diverse. എങ്ങനെയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? ഒരു ആരോഗ്യ പരിചരണ വ്യവസായം, ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എങ്ങനെയാ? ഡൈവേഴ്സ് ആണ്, വൈവിധ്യമാർന്നതാണ്. എന്തുകൊണ്ടാ പ്രാധാന്യം നമുക്ക് ഇത്രയേ ഉള്ളൂ, അത് ഇത്രത്തോളം ആണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? അതെന്താണ്? ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡൈവേഴ്സ്, വൈവിധ്യമാർന്നതാണ്. അതായത് എങ്ങനെയാ പറഞ്ഞേക്കണേ അല്ലെ, ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആ ഒരു വ്യവസായം
ആരോഗ്യ പരിചരണ വ്യവസായം എന്ന് പറഞ്ഞ ചെറിയ ക്ലിനിക്ക് മുതൽ തുടങ്ങാം അല്ലെ അടിയന്തരമായിട്ടുള്ള പരിചരണം നൽകുന്ന ചെറിയ ക്ലിനിക്കുകൾ മുതൽ വലിയ ജീവിത സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള സംഘടനകള് ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് അതെന്താ വൈവിധ്യമാർന്നതാണ്. ഒരു ചെറിയ പർട്ടിക്കുലർ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഒരു ചെറിയൊരു ക്ലിനിക്ക് മുതൽ വലിയൊരു ഫെസിലിറ്റി തരുന്ന ഓർഗനൈസേഷൻസ് ഹോസ്പിറ്റലുകള് അത്രയും വരെയുണ്ട്. അത് ഒരു വൈവിധ്യമാർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ് ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം നമുക്ക് അമിതമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഓപ്പറേഷൻസ് ഓഫൺ റിക്വയർ യൂണിക് സൊല്യൂഷൻ. അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് എന്താവശ്യമാണ്? ഒരു യൂണിക് സൊല്യൂഷൻസ് ആവശ്യമാണ്. ബേസ്ഡ് ഓൺ എ വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ്. എന്താ പറഞ്ഞേക്കുന്നത്? അവിടത്തെ നമ്മുടെ അടിസ്ഥാനമായി ഹെൽത്ത് കെയർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുണ്ട്. അവിടെ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അമിതമായി പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രെഡിബിളി ഡൈവേഴ്സ്, വൈവിധ്യമാർന്നതാണ്. ഒരു ചെറിയൊരു ക്ലിനിക്ക് മുതൽ വലിയ സൗകര്യങ്ങൾ തരുന്ന ഓർഗനൈസേഷൻസ് വരെ അത് വ്യാപിച്ചിരിക്കുന്നു അല്ലെ? അതാണ് ഡൈവേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം നമുക്ക് അമിതമായിട്ട് പറയാൻ കഴിയില്ല. ഇവിടെ നമുക്ക് അതിന് ഓരോന്നിനും എന്താ ഒരു യൂണിക് സൊല്യൂഷൻ ആവശ്യമാണ്. ആൻഡ് ഓപ്പറേറ്റ് ഓഫൺ റിക്വയർ യൂണിക് സൊല്യൂഷൻ ബേസ്ഡ് ഓൺ ദ വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ്. പല തരത്തിലുള്ള ഘടകങ്ങളെ ആ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഒരു യൂണിക് സൊല്യൂഷൻ അടിസ്ഥാനമാക്കിയുള്ള ആ ഒരു ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സൊല്യൂഷൻ ആവശ്യമാണ് അല്ലെ? അവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലോ എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ ചലഞ്ചസ് വെല്ലുവിളി വരുവാണെങ്കിൽ എന്താണ് അവിടത്തെ ആ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്ത് അവിടെ എന്താണ് ആ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു സവിശേഷമായ പരിഹാരങ്ങൾ ആവശ്യമായിട്ട് വരുന്നത് കൊണ്ടാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന രീതിയിൽ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതിനൊരു എക്സാമ്പിൾ കൂടി തന്നിട്ടുണ്ട് അവിടെ. ഇഫ് യു ആർ ആൻ അർജന്റ് കെയർ ക്ലിനിക് ഫോർ എക്സാമ്പിൾ, ഇഫ് ദ വേ യു ഓപ്പറേറ്റ് ഈസ് ഡിഫറെന്റ് ദാൻ ദാറ്റ് ഓഫ് ആൻ അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റി. എന്താ? നമ്മളൊരു അർജന്റ് കെയർ ക്ലിനിക് ആണെങ്കിൽ, ഒരു അടിയന്തരമായിട്ടുള്ള പരിചരണം നൽകുന്ന ഒരു ക്ലിനിക്ക്, അവിടുത്തെ ആ പ്രവർത്തനങ്ങള്, അവിടുത്തെ ഓപ്പറേഷൻസ് എന്തിൽ നിന്ന് വ്യത്യാസമായിരിക്കും? ഒരു അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റിയിനേക്കാളും വ്യത്യാസമായിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക് എന്താ ഉദ്ദേശിക്കണേന്ന്? നമ്മളൊരു അർജന്റ് കെയർ ക്ലിനിക്ക്, അവിടുത്തെ ആ പ്രവർത്തനങ്ങള് അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങളും അത് എന്താണ്? ഒരു അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റിയേക്കാൾ വ്യത്യാസമായിരിക്കും. അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വികലാംഗരായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ സ്വന്തമായി ജീവിക്കാൻ പറ്റാത്ത ആളുകൾക്കോ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്കോ ഉള്ള ഒരു ഭവന സൗകര്യം, അവർക്കുള്ള ഒരു ഇതാണ് അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റി. അപ്പൊ അവിടത്തെ പ്രവർത്തനങ്ങള് പോലെ ആയിരിക്കോ ഒരു അർജന്റ് കെയർ ക്ലിനിക്കിൽ കൊടുക്കുന്ന പ്രവർത്തനങ്ങള്? ആണോ? ആ ഒരു അർജന്റ് കെയർ ക്ലിനിക്കിന്റെ ആ ഒരു മോഡല് അവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെ? അത് ഏതാണോ ഒരു അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റിയേക്കാൾ വ്യത്യാസമായിരിക്കും. ഇത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഇങ്ങനെ എന്താ പറയാ, നമുക്ക് 5th മൊഡ്യൂൾ പോലെയല്ല 6th മൊഡ്യൂള് ഇത്ര ടഫാണ്. അതായത് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഫുള്ള് നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റണ ഒരു ചാപ്റ്ററുകളല്ല. അത് നിങ്ങൾ ഈ 6th മൊഡ്യൂളിലേക്ക് വരുമ്പോ അറിയാം. 7th മൊഡ്യൂളിലിരുമ്പോ 7th മൊഡ്യൂളിൽ 2 ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ, പക്ഷെ 6th മൊഡ്യൂൾ ഇത്തിരി ഇതാണ്. അതായത് വേറൊന്നുമല്ല, അതിങ്ങനെ നമ്മളെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് നേരെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് മനസ്സിലാവണ പോലെയല്ല. ഇത്രയും കാര്യങ്ങൾ ആ ഒരു പാരഗ്രാഫിൽ എന്താ അവിടെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞേക്കണേ? ഈ ഹെൽത്ത് കെയറിലെ ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന വലിയൊരു വ്യവസായമാണ്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന വലിയൊരു വ്യവസായമാണ്. അതിന്റെ ഓപ്പറേഷൻ മാനേജ്മെന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? അത് ഡൈവേഴ്സ് ആണ്.
അതായത് ഒരു ചെറിയൊരു ക്ലിനിക്ക്, ഒരു അർജന്റ് കെയർ നൽകുന്ന ക്ലിനിക്ക്, അവിടുത്തെ പ്രവർത്തനങ്ങള് ഏതിൽ നിന്ന് ഒരു അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റിയിലെ പ്രവർത്തനങ്ങളെക്കാൾ വ്യത്യാസമാണ്. അതായത് രണ്ടിടത്ത് നൽകുന്നത് ഇത് ഇങ്ങനെ ഡൈവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഇവിടെ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലെ ആയിരിക്കില്ല വേറെ ആ ഇൻഡസ്ട്രി തന്നെയുള്ള വേറെ സെക്ഷനിൽ നമ്മൾ കൊടുക്കുന്നത്. അത് ഡൈവേഴ്സ് ആണ്. ഇതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. അതൊന്ന് ലാസ്റ്റ് സെന്റൻസ് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തില്ല. For example, the way you operate is different than that of assisted living. ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത് അതാണ് ആ ഒരു പാരഗ്രാഫിൽ നമുക്കൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങള്. പിന്നെ അത് എന്താ ഡൈവേഴ്സ് ആണെന്നുള്ളത് വേണമെങ്കിൽ ആ സെന്റൻസ് ആ ഒരു വേർഡ് മാത്രം അണ്ടർലൈൻ ചെയ്തിട്ടാലും മതി. ഹെൽത്ത് കെയറിന്റെ പ്രാധാന്യം നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഈസ് ഇൻക്രെഡിബിളി ഡൈവേഴ്സ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അവിശ്വസനീയമായ വിധം എന്താണ് വൈവിധ്യമാർന്നതാണ്, ഡൈവേഴ്സ് ആണ്. പിന്നെ ആൻഡ് ഡൈവേഴ്സ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് റിക്വയർ യൂണിക് സൊല്യൂഷൻ. ആ ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു യൂണിക് സൊല്യൂഷൻ ആവശ്യമാണ്, ഒരു സവിശേഷ പരിഹാരങ്ങൾ ആവശ്യമാണ്. അവിടുത്തെ ഫാക്ടേഴ്സ് എന്താണ്, അതിന് ബേസ് ചെയ്തിട്ട് വേണം ആ സൊല്യൂഷൻസ് കൊടുക്കാൻ. അതാണ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് റിക്വയർ യൂണിക് സൊല്യൂഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, യൂണിക് സൊല്യൂഷൻ. Okay, in the next paragraph, okay, healthcare software operation, that is support operation management, very widely. So it is a crucial എന്ന് പറഞ്ഞാൽ നിർണായകമാണ്. Crucial to understand what each solution offers and how it suits your needs and customer base. ഇനി അടുത്ത പോയിന്റ് ആണ് ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. നമുക്ക് ഇപ്പൊ എല്ലാം തന്നെ സോഫ്റ്റ്വെയർ വഴി ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇന്ന് ആരോഗ്യ പരിചരണ രംഗത്ത്. ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ഓപ്ഷൻസ് ഇല്ലേ, എല്ലാം നമ്മുടെ കൈകൊണ്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല അല്ലെ. അവിടെ പല പല സോഫ്റ്റ്വെയർസ് ആണ്. അവിടുത്തെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ, ഈസി ആക്കാനൊക്കെ എന്താണ് അവിടെ പല സോഫ്റ്റ്വെയറുകളുണ്ട് അല്ലെ, സോഫ്റ്റ്വെയർ ഓപ്ഷൻസ് ഉണ്ട്. ഹെൽത്ത് കെയറിലെ സോഫ്റ്റ്വെയർ ഈ ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നു, ദാറ്റ് സപ്പോർട്ട് ദ ഓപ്പറേഷൻ മാനേജ്മെന്റ് വെരി വൈഡ്ലി. ഓപ്പറേഷൻ മാനേജ്മെന്റിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയറുകൾ അതെങ്ങനെയാ, വെരി. അതെല്ലാ സോഫ്റ്റ്വെയർ ഓപ്ഷൻസും ഒരുപോലെ ആയിരിക്കോ? സോഫ്റ്റ്വെയർ ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയറുകൾ ഒരുപോലെ ആയിരിക്കോ? പല സെക്ഷനുകളിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ വ്യത്യാസമായിരിക്കും. വെരി വൈഡ്ലി അണ്ടർലൈൻ ചെയ്തിട്ടേ. ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ഓപ്ഷൻ ദാറ്റ് സപ്പോർട്ട് ദ ഓപ്പറേഷൻ മാനേജ്മെന്റ്. ഓപ്പറേഷൻ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, സഹായിക്കല്ലേ ആ സോഫ്റ്റ്വെയറുകള് അല്ലെ, ജോലി എളുപ്പമാക്കാൻ പറ്റുന്നു. ആ സപ്പോർട്ട് ചെയ്യുന്ന ആ സോഫ്റ്റ്വെയർ ഓപ്പറേഷൻസ് വ്യാപകമായി വ്യത്യാസപ്പെട്ടിരിക്കും. സോ അതുകൊണ്ട് എന്താ, ഇറ്റ് ഈസ് ക്രൂഷ്യൽ, നിർണായകമാണ് എന്ത്, ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈച്ച് സൊല്യൂഷൻ ഓഫർ, എന്താണ് ഓരോ സൊല്യൂഷനും ഓഫർ ചെയ്യുന്നത്, ആൻഡ് ഹൗ ഇറ്റ് സ്യൂട്ട് യുവർ നീഡ്സ് ആൻഡ് കസ്റ്റമർ ബേസ്. നമ്മുടെ ആവശ്യകതകള് അതുപോലെ കസ്റ്റമറുടെ ബേസ്, ഇതിന്റെയൊക്കെ എങ്ങനെ കസ്റ്റമർ ബേസിനും ഒക്കെ എങ്ങനെ അനുയോജ്യമാണ്, ഹൗ ഇറ്റ് സ്യൂട്ട് കേട്ടോ. ആ ഓരോ ഈ സോഫ്റ്റ്വെയർ ഓപ്ഷൻസും എങ്ങനെ നമ്മുടെ ആവശ്യകതകൾക്കും കസ്റ്റമർ ബേസിനും എങ്ങനെ അനുയോജ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം പ്രാധാന്യമുണ്ട്. ക്ലിയർ ആയി അവിടെ പറയുന്നത് എന്തുണ്ടെന്നാ നമ്മൾ പറഞ്ഞേ, ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ഓപ്ഷൻസ് ഉണ്ട്. അതെന്തിനാ, ഈ ഓപ്പറേഷൻ മാനേജ്മെന്റ് കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ, സപ്പോർട്ട് അല്ലേ, അത് നല്ലൊരു ഹെൽപ്ഫുൾ അല്ലേ ഈ ഓപ്പറേഷൻ മാനേജ്മെന്റ്. ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിന് ഈ സോഫ്റ്റ്വെയർ വന്നതുകൊണ്ട് ഈ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ഓപ്ഷൻസ് വെരി വൈഡ്ലി, വ്യാപകമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതാ പല ഓപ്ഷൻസ് ആണ് ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ഓപ്ഷൻസ്, പല സോഫ്റ്റ്വെയറുകളുണ്ട്. ആ ഓപ്ഷൻസ് സോഫ്റ്റ്വെയർ ഓപ്ഷൻസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്താ, ഇറ്റ് ഈസ് ക്രൂഷ്യൽ, നമ്മള് നിർണായകമാണ് എന്ത് മനസ്സിലാക്കേണ്ടത്, ഓരോ സൊല്യൂഷനും ഓഫർ ചെയ്യുന്നത്, അതായത് നമ്മുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ബേസിനെ
നമ്മൾ നോക്കിയിട്ട് ഓരോ സൊല്യൂഷൻസും സോഫ്റ്റ്വെയറും ഓഫർ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് നിർണായകമാണ്. കുറച്ചൊക്കെ കയറുന്നുണ്ടാവും, ഫുൾ ആയിട്ട് മനസ്സിലായില്ലെങ്കിലും. എന്താണ്? ഓക്കെ, റീഡ് ചെയ്യാൻ സമയം വേണോ? ഓക്കെ, റീഡ് ചെയ്തു. 2 പാരഗ്രാഫും ഒന്ന് വേഗം റീഡ് ചെയ്തേ. നിങ്ങൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം എന്താണ് എന്നൊന്ന് കൺക്ലൂഡ് ചെയ്തൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈച്ച് ആൻഡ് എവരി സെന്റൻസ് നമുക്ക് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ പോലും എന്താണ് നമ്മൾ അതിനകത്ത് എന്താണ് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞേക്കണത്. 2ാമത്തെ പാരഗ്രാഫില് സോഫ്റ്റ്വെയർ ഓപ്ഷൻസിന്റെ കാര്യമാണ്. അത് ഓപ്പറേഷൻ മാനേജ്മെന്റിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ സോഫ്റ്റ്വെയർ ഓപ്ഷൻസ്. അത് വ്യത്യാസമുണ്ട്. അപ്പോ നമ്മൾ എന്താണ് ഓരോ സൊല്യൂഷൻസും സോഫ്റ്റ്വെയർ ഓപ്ഷൻസും എന്ത് സൊല്യൂഷൻ ആണ് ഓഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെയധികം നിർണായകമാണ്. അത്രയാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. 2 പാരഗ്രാഫ് നോക്കട്ടോ. ഓക്കെ ആണോ, ക്ലിയർ ആണോ എന്നൊന്ന് മെസ്സേജ് ചെയ്തിട്ടേ. ഓക്കെ ആണോ? 2 പേര് കമ്പിട്ട ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കി. Proper operation management can help you overcome a variety of obstacles. Obstacles എന്ന് പറഞ്ഞാൽ തടസ്സങ്ങള്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്തിനു സഹായിക്കുന്നു? നമുക്ക് പല പല തടസ്സങ്ങളെ നേരിടാനായിട്ട് സഹായിക്കുന്നു. ഓവർകം ചെയ്യുക, നേരിടുക. എന്താ അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്? ഇതിനെ ഒബ്സ്ട്രക്കിൾസ് തടസ്സങ്ങളെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നു അല്ലെ. കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നിൽ വരുന്ന തടസ്സങ്ങളെ മാറ്റാൻ പറ്റൂലേ അല്ലെ. കറക്റ്റ് ആണ് അവിടുത്തെ പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ്. അത് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ പല തടസ്സങ്ങളെയും ഓവർകം ചെയ്യാൻ, തരണം ചെയ്യാൻ സഹായിക്കുന്നു. സോ യു ക്യാൻ പ്രൊവൈഡ് excellent customer service at every interaction. അതുകൊണ്ട് നമുക്ക് എന്താ, ഇപ്പൊ നല്ല രീതിയിലാണ് ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള്, അതിന്റെ മാനേജ്മെന്റ് ഒക്കെ നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ യു ക്യാൻ പ്രൊവൈഡ്, നമുക്ക് നൽകാൻ പറ്റും എന്ത്? എക്സലന്റ് കസ്റ്റമർ സർവീസ്. ഒരു നല്ലൊരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അറ്റ് എവറി ഇന്ററാക്ഷൻ. ഓരോ ഇന്ററാക്ഷനിലും നല്ല കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അവിടുത്തെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പേഷ്യൻസിന് നല്ലൊരു, ആ ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു സർവീസ് കൊടുക്കാൻ പറ്റൂലേ? നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റില്ലേ? പറ്റോ? അല്ലേ? അവിടുത്തെ പ്രവർത്തനങ്ങൾ പക്കയാണ്, ഒരു പ്രശ്നവുമില്ല, സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, അവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങളെ നമുക്ക് തരണം ചെയ്യാനും എന്ത് ചെയ്യാനും നമുക്ക് ഒരു നല്ലൊരു കസ്റ്റമർ സർവീസ്, അതായത് പേഷ്യന്റിന് നമുക്ക് നല്ലൊരു സർവീസ് ഹോസ്പിറ്റലിൽ നിന്നും ഓരോ ഇന്ററാക്ഷനിലും നൽകാനും പറ്റും. ആ സെന്റൻസ് അതുപോലെ അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഹെൽപ്പ് യു a proper operation management can help you dash സഹായിക്കുന്നു overcome a variety of obstacles. അത് എന്ത് ചെയ്യുന്നു? So can provide excellent customer service at every interaction. ഓരോ ഇന്ററാക്ഷനിലും നല്ല മികച്ച ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. The right solution, ഇനി നോക്കിയേ, ശരിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Can eliminate manual process. അല്ലേ? ശരിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് നമ്മുടെ കൈകൊണ്ടുള്ള മാനുവൽ പ്രോസസ്സിനെ ഇല്ലാതാക്കാൻ പറ്റും. റൈറ്റ് സൊല്യൂഷൻ ക്യാൻ എലിമിനേറ്റ് മാനുവൽ പ്രോസസ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ശരിയായിട്ടുള്ള ഓരോന്നിനുള്ള ശരിയായ ഒരു സൊല്യൂഷൻ നമുക്ക് കൈകൊണ്ട് നമ്മൾ പിന്നെ അധികം എന്താ പറയാ അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യണ്ട അല്ലേ. നല്ലൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മാനുവൽ പ്രോസസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പറ്റുമ്പോൾ എന്ത് പറ്റും? To save both the time and money. മാനുവൽ പ്രോസസ് ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ടൈമും മണി ലാഭിക്കാൻ പറ്റൂലേ?
അതിനു വേണ്ടി നമ്മൾ മനുഷ്യര് നിന്ന് ചെയ്യേണ്ട ആ ഒരു കുറെ സമയം വേണ്ടി വരും അല്ലേ? അത് ആ ടൈം, അതുപോലെ പൈസ ആണെങ്കിലും അവർക്ക് ഒരാളെ നിർത്തി നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കണം. അങ്ങനെ പൈസയും കുറച്ച് സമയവും നമുക്ക് ലാഭിക്കാൻ പറ്റും. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. The right solution can eliminate manual process. അങ്ങനെ എന്താ മാനുവൽ പ്രോസസ്സിനെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് പറയുമ്പോ എന്താ, അവിടെ നമുക്ക് ടൈമും മണിയും നമുക്ക് ലാഭിക്കാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. And it can make HIPAA complaints easier and more consistent. അതും വഴി നമുക്ക് എന്താ HIPAA ഒന്ന് എഴുതി വെച്ചോട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എക്സ്പാൻഡഡ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. പഠിച്ചിട്ടില്ലേ അത്? HIPAA, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. HIS നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത്. അപ്പൊ നോക്കിയേ, ഇറ്റ് ക്യാൻ മേക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് നിർമ്മിക്കാൻ പറ്റും? HIPPA കംപ്ലൈൻസസ് വെച്ചാൽ പാലിക്കുക. HIPPA ആക്ട് അത് പാലിക്കുന്നത് എളുപ്പമാക്കുന്നു, പിന്നെ കൂടുതൽ സ്ഥിരതയും ഉള്ളതാക്കുന്നു. മോർ കൺസിസ്റ്റന്റ്, കൂടുതൽ സ്ഥിരതയും. ഒന്നുകൂടി പറയാൻ എന്താണ് HIPPAയുടെ എക്സ്പാൻഡഡ് ഫോം അല്ലെ? ഹെൽത്ത് I എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്. പോർട്ടബിലിറ്റി, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ACCOUNTABILY, അക്കൗണ്ടബിലിറ്റി ആക്ട്, ACT ആക്ട്. ദേശാനിലെ ഇവിടെ എക്സ്പാൻഡഡ് ഫോം ഇട്ടേണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാനുവൽ പ്രോസസ്സിനെ ഇല്ലാതാക്കുമ്പോൾ നമുക്ക് എന്താ, നമുക്ക് ടൈമും മണിയും ലാഭിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ, HIPPA ആക്ട് അത് പാലിക്കുന്നതും അതുപോലെ അതിന് കൂടുതൽ സ്ഥിരതയും ഉള്ളതാക്കാനും പറ്റുന്നു. ഇനി implementing proper tools can also improve staff and client communication. ശരിയല്ലേ? ഇനി എന്ത് വേണം? ഇപ്പൊ നല്ലൊരു സർവീസ് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലെ, കൊടുക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. അതിന് എന്ത് വേണം? ടൂൾസ് വേണ്ടേ? മാൻ പവർ മാത്രം മതി ഒരു ഹോസ്പിറ്റലില് നമുക്ക് പേഷ്യന്റിന് നല്ല സർവീസ് കൊടുക്കണമെങ്കിൽ അതിന്റെ ടൂൾസ് വേണ്ടേ, എക്യുപ്മെന്റ്സ് വേണ്ടേ അല്ലേ? ഇപ്പൊ നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ തന്നെ എന്തോരൊക്കെ പഠിച്ചതല്ലേ. അപ്പൊ അവർക്ക് എന്ത് വേണം? അങ്ങനെ ഒരു നല്ലൊരു സർവീസ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ഇംപ്ലിമെന്റിങ് പ്രോപ്പർ ടൂൾസ്, ശരിയായ ഉപകരണങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള ടൂൾസ് അത് ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കണം. Can also improve. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ, സ്റ്റാഫ് ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ, promote more efficient collaboration among healthcare providers and reduce or eliminate bottlenecks. Bottlenecks എന്ന് വെച്ചാൽ തടസ്സങ്ങൾ, bottlenecks തടസ്സങ്ങൾ in your workflow. അപ്പൊ അതായത് എന്താ പറഞ്ഞേക്കണേ, അവിടെ നമ്മൾ പ്രോപ്പർ ടൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്കിടയിൽ അവരുടെ സഹകരണവും അതുപോലെ അവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങളും നമ്മുടെ വർക്ക് ഫ്ലോയില്, അവരുടെ ജോലിയില്, അവരുടെ വർക്ക് ഫ്ലോയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആ പ്രോപ്പർ ടൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ സ്റ്റാഫ് ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഇടയിൽ കൂടുതൽ ഇഫക്റ്റീവ്, ഫലപ്രദമായിട്ടുള്ള ഒരു സഹകരണം അത് സാധിക്കുന്നു. പിന്നെ നമുക്ക് വർക്ക് ഫ്ലോയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങള് കുറയ്ക്കുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ സഹായിക്കുന്നു. പ്രോപ്പർ ടൂൾസ് അപ്പൊ ശരിയായ ടൂളുകള് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അത് നടപ്പിലാക്കുന്നത് സ്റ്റാഫ് ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനും
ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരുടെ ഇടയിൽ കൂടുതൽ ഒരു സഹകരണം, കൊളാബറേറ്റ് ചെയ്യുക, സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്നെ അതുപോലെ തന്നെ വർക്ക് ഫ്ലോയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങള് റെഡ്യൂസ് ചെയ്യുന്നതിനും കാരണമാകുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് implementing proper tools can also improve, can help എന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. Implementing proper tools in operation management can help dash. ഇതിന് സഹായിക്കുന്നു സ്റ്റാഫ് ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ, പിന്നെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ഒരു നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു സഹകരണം ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഇടയിൽ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ വർക്ക് ഫ്ലോയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ എലിമിനേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നതിനോ സഹായിക്കുന്നു. ഓക്കെ, ആ രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. റൈറ്റ് സൊല്യൂഷൻ എന്തിന് മാനുവൽ പ്രോസസ്സിനെ ഇല്ലാതാക്കുന്നു, ടു സേവ്, എന്ത് സേവ് ചെയ്യാൻ, ടൈമും മണി, അത് സേവ് ചെയ്യാനും കാരണമാകുന്നു. പിന്നെ അവിടെ HLPPA എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്ത പാരഗ്രാഫ് പെട്ടെന്ന് നോക്കി. ഓക്കെ, ഇനി നോക്കി ചലഞ്ചസ് ആണ് കേട്ടോ അവിടെ. ഇനി നമ്മൾ ഏതൊരു മേഖലയിലും ഉണ്ടാവൂലേ അവിടെ അവർ നേരിടുന്ന വെല്ലുവിളികള്. ഈ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ്, ഓപ്പറേഷൻ മാനേജ്മെന്റില് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? Okay, the efficient operation of hospital is one of the major concerned area for the management team of any organization. Okay, ഏതൊരു ഓർഗനൈസേഷൻ, ഏത് സ്ഥാപനത്തെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ മാത്രമല്ല, നമ്മൾ ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിലും മാനേജ്മെന്റിന്റെ ഒരു പ്രധാന ആശങ്കാ വിഷയം അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആണ് ഈ അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യാന്നുള്ളത്. ഒരു ഫലപ്രദ ഹോസ്പിറ്റലിലെ ഒരു കാര്യക്ഷമമായ പ്രവർത്തനമാണ് എഫിഷ്യന്റ് ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ. അതാണ് മാനേജ്മെന്റ് ടീമിന്റെ ഒരു ആശങ്കാ വിഷയം, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കാ വിഷയം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. എഫിഷ്യന്റ് ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റലിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം അല്ലെ. ഹോസ്പിറ്റല് വെറുതെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചാൽ പോരാ, അവിടുത്തെ പ്രവർത്തനങ്ങൾ അതെങ്ങനെ കാര്യക്ഷമമായ പ്രവർത്തനം, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും അല്ലെ എല്ലാത്തിന്റെയും ഒരു നല്ലൊരു ഒരു പ്രവർത്തനം, അതാണ് എന്താണ് ആ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്കാ വിഷയം. അവർക്കൊരു ടെൻഷൻ എന്ന് പറഞ്ഞത് അല്ലെ, അതെല്ലാ രീതിയിലും അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ പോകണം അല്ലെ. അതല്ലേ അവിടെയാണ് അവർക്ക് എന്താ അവരുടെ ഒരു ചലഞ്ച് വന്നേന്ന് പറയുന്നത്. അവിടുത്തെ പ്രവർത്തനങ്ങള് നല്ല രീതിയിലാവണം. കണ്ടോ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാ. എന്തുകൊണ്ടാ? ഓക്കെ, ആ സിറ്റി ഹോൾസ് അവിടെ എന്താ കണ്ടോ, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണോ ഹോസ്പിറ്റലില് അല്ലെ, മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ്, ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ന്യൂമറസ് ആക്ടിവിറ്റീസ്, പല പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആൻഡ് ഇന്റർ കണക്റ്റഡ് പ്രോസസ്, പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ഇൻവോൾവ്മെന്റ് ഓഫ് സ്റ്റാഫ് അറ്റ് ഡിഫറെന്റ് ലെവൽ, പല തലങ്ങളിലുള്ള സ്റ്റാഫുകളുടെ ഇൻവോൾവ്മെന്റ്. ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി എഫിഷ്യന്റ് യൂസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എന്താ പറയണേ, ദുർബല വിഭവങ്ങളുടെ ഈ ഫലപ്രദമായിട്ടുള്ള വിനിയോഗം. ഇങ്ങനെയുള്ള എല്ലാരും ഉൾപ്പെടുന്നത് കൊണ്ട് അല്ലെ, ഇങ്ങനെയുള്ള എല്ലാരും ഉൾപ്പെടുന്നത് കൊണ്ട് ഒരു നല്ലൊരു പ്രവർത്തനം, ഹോസ്പിറ്റലിന്റെ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഏതൊരു മാനേജ്മെന്റിന്റെയോ ഏതൊരു ഓർഗനൈസേഷന്റെയും മാനേജ്മെന്റ് ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കാ വിഷയം. എന്തുകൊണ്ടാ? ഈ സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം ഉള്ളൂവെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം.
പക്ഷെ നമ്മളൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അല്ലെ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഹോസ്പിറ്റൽ ആയിരിക്കും. എന്നാലും അവിടെ പല സെക്ഷനുകളൊക്കെ ഉണ്ടാവും അല്ലെ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവിടെ കുറെ പ്രവർത്തനങ്ങളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുന്ന പ്രോസസ് ഉണ്ട്, സ്റ്റാഫിന്റെ ഇൻവോൾവ്മെന്റ് വന്നിട്ട്, റിസോഴ്സുകളുടെ യൂസസ്, ഇങ്ങനെ ഒരുപാട് ടാസ്കുകൾ അവിടെ ഉണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം, അതാണ് മാനേജ്മെന്റ് ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട ആശങ്കാ വിഷയം. ഓക്കെ, ഇനി നോക്കി റിസൾട്ട് ഓഫ് സച്ച് ഡൈവേഴ്സിറ്റി. നമ്മൾ ആദ്യം പറഞ്ഞില്ല ഇതെങ്ങനെ വൈവിധ്യമാർന്നതാണ്. ഒരു ഇത് മാത്രമല്ല, ഒരു ചെറിയൊരു ക്ലിനിക്ക് മുതൽ പല ഫെസിലിറ്റി നൽകുന്ന വലിയ വലിയ ഓർഗനൈസേഷൻസ് വരെയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വൈവിധ്യം ഉള്ളത് കൊണ്ട് ചലഞ്ചസ് ആർ ഓൾസോ ഡൈവേഴ്സ്. അവിടെയുള്ള വെല്ലുവിളികളും വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു മേഖലയിലുള്ള പോലെ ആയിരിക്കില്ല വേറെ സ്ഥലത്ത്. ആണ് അവിടെ ആ ഒരു നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഡൈവേഴ്സ് ആണ്, വൈവിധ്യമാർന്നതാണ്. അതുകൊണ്ട് അവിടുത്തെ ചലഞ്ചസ് എങ്ങനെയായിരിക്കും? ഓൾസോ ഡൈവേഴ്സ് അല്ലെ, അതും വ്യത്യാസപ്പെട്ടിരിക്കും. ഓർ ഫ്ലക്ച്വേറ്റിംഗ് ഇന്റൻസിറ്റി, ഫ്ലക്ച്വേറ്റിംഗ്, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, അതിന്റെ തീവ്രതയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. which require detailing and working at various levels of the organization. അതുകൊണ്ട് എന്താ ആവശ്യമാണ്? ആ ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ വൈവിധ്യമാർന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് കൊണ്ട്, which requires detailing and working. കണ്ടോ, ഒരു കൂടുതൽ ആഴമായിട്ടുള്ള ഒരു വർക്കിംഗ് ആൻഡ് വേരിയസ് ലെവൽ ഓഫ് ഓർഗനൈസേഷന്റെ പല തലങ്ങളില് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽഡ് വർക്കിംഗ് ആവശ്യമാണ്. കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി അതിനെ ഫോക്കസ് ചെയ്യേണ്ടതാണ്. Okay, these challenges have high impact on ഈ വെല്ലുവിളികള്. അപ്പൊ ഈ നമ്മുടെ ഈ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ വരുന്ന ഈ വെല്ലുവിളികള് എന്തിനൊക്കെ സ്വാധീനിക്കുന്നു നോക്കിയ ഹൈ ഇമ്പാക്ട് ഓൺ പ്രൊഡക്ടിവിറ്റി, അവിടുത്തെ ഉൽപാദനക്ഷമതയെ, എംപ്ലോയി മുറൽ എന്ന് പറഞ്ഞാൽ മനോവീര്യം, എംപ്ലോയീസിന്റെ മനോവീര്യം. അടുത്ത് നോക്കി ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി, ഇതിനെയൊക്കെ ചലഞ്ചസ് വളരെയധികം സ്വാധീനിക്കുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച സെന്റൻസ്. these challenges, ഈ ഓപ്പറേഷൻ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ മാനേജ്മെന്റ് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ വരുന്ന ആ ചലഞ്ചസ്, ഓപ്പറേഷണൽ ചലഞ്ചസ്, അത് എന്ത് ചെയ്യുന്നു? അവിടുത്തെ പ്രൊഡക്ടിവിറ്റി, എംപ്ലോയിന്റെ മനോവീര്യം, പേഷ്യന്റിന്റെ സംതൃപ്തി അല്ലെ, പല മേഖലകളിലും വെല്ലുവിളി നേരിടുകയാണ്. അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ല അല്ലെ, അവര് സംതൃപ്തിയിലല്ല, ആ ഹോസ്പിറ്റലിലെ സർവീസിൽ അവര് സാറ്റിസ്ഫൈഡ് അല്ല അവിടെ വരും. അപ്പൊ ഇതെല്ലാം ഈ ചലഞ്ചസ് എന്ത് ചെയ്യുന്നു? ഈ മേഖലയിലൊക്കെ വരുന്ന വെല്ലുവിളികള് അവിടുത്തെ പ്രൊഡക്ടിവിറ്റി, എംപ്ലോയിയുടെ മനോവീര്യം, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടോ. Some of the operational issues that need to be addressed on the priority basis. ഇനി ചില പ്രവർത്തനങ്ങള് നമ്മൾ മുൻഗണനാ അടിസ്ഥാനത്തില് പരിഹരിക്കണം. അപ്പൊ അത് നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. ഹോസ്പിറ്റലിലെ ചില മേഖലകളില് അല്ലെങ്കിൽ അവിടുത്തെ ചില പ്രവർത്തനങ്ങള് അവിടെ എന്തെങ്കിലും വെല്ലുവിളികൾ വരുവാണ്, എന്തെങ്കിലും ഒരു ചലഞ്ചസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മള് പ്രിയോറിറ്റി ബേസില്, മുൻഗണനാ അടിസ്ഥാനത്തില് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ പരിഹരിക്കണം. അത് പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. ഏതിനാണ് ആ പ്രിയോറിറ്റി? ചിലപ്പോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം. അതില് ചില പ്രവർത്തനങ്ങള്, ഓപ്പറേഷണൽ ഇഷ്യൂസ്, പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് എന്ത് ചെയ്യണോ? അതിന് നമ്മൾ പ്രിയോറിറ്റി ബേസില്, മുൻഗണനാ അടിസ്ഥാനത്തില് പരിഹരിക്കേണ്ടതുണ്ട്. ക്ലിയർ ആയോ നോക്കിയ ആ പാരഗ്രാഫ്? മാനേജ്മെന്റ് ടീമിന്റെ ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചാണെങ്കിലും അവിടുത്തെ മാനേജ്മെന്റ് ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കാ വിഷയമാണ് ഒരു ഫലപ്രദമായിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. പ്രവർത്തനങ്ങൾ, കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ. എന്തുകൊണ്ടാ? അതിനകത്ത് കുറെ മേഖലകൾ, പല ഡിപ്പാർട്ട്മെന്റുകൾ, പ്രവർത്തനങ്ങൾ ഒക്കെ അതിനകത്ത് വരുന്നത് കൊണ്ട് നമ്മൾ അധികം
എന്താ പറയാ ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഡൈവേഴ്സ് ആണ്, വൈവിധ്യമാർന്നതാണ് അല്ലെ. അവിടെ നമ്മൾ എന്താ അതിന്റെ ആ ഒരു ഡൈവേഴ്സിറ്റി, അതിന്റെ ഒരു വൈവിധ്യമാർന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടത്തെ നേരിടുന്ന വെല്ലുവിളികളും വ്യത്യസ്തമാണ്. ഒരു മേഖലയിൽ വന്ന ഒരു ചലഞ്ച് പോലെയല്ല വേറൊരു സെക്ഷനിൽ വന്നത്, അതും ഡൈവേഴ്സ് ചെയ്യുന്നു. പിന്നെ അതിന്റെ തീവ്രതയില് എത്രത്തോളം അത് അഫക്ട് ചെയ്യുന്നുണ്ട് ആ ചലഞ്ചസ്, അപ്പൊ അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വൈവിധ്യമാർന്നത് ഫ്ലക്ച്വേറ്റിംഗ് ഇന്റൻസിറ്റി, തീവ്രതയിലെ ഏറ്റക്കുറച്ചിൽ വരുന്നത്, അതിന് എന്ത് ആവശ്യമുണ്ട്? നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള അല്ലെ, കുറച്ചും കൂടിയും എന്താ പറയാ വിശദാംശങ്ങളും കുറച്ചും കൂടിയും നമ്മൾ കെയർ കൊടുത്താൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഈ ഇമ്പാക്ട്, ഈ ചലഞ്ചസ് വരുന്ന ഓപ്പറേഷൻസ് ഓഫ് മാനേജ്മെന്റിലെ വെല്ലുവിളികൾ മേഖല പറയുന്നുണ്ട് താഴെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ചലഞ്ചസ് നമ്മുടെ ഉത്പാദനത്തില്, എംപ്ലോയീസിന്റെ മനോവീര്യത്തില്, പേഷ്യൻസിന്റെ സംതൃപ്തിയിലൊക്കെ എന്ത് ചെയ്യുന്നു, അതൊരു സ്വാധീനം ചെലുത്തും. കണ്ടോ? അങ്ങനെ ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ താഴെയുണ്ട്, പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സം ഓപ്പറേഷണൽ ഇഷ്യൂസ്, ചില പ്രവർത്തന പ്രശ്നങ്ങള് അതെന്ത് ചെയ്യണം, മുൻഗണനാ അടിസ്ഥാനത്തിൽ തന്നെ പരിഹരിക്കണം. അത്രയാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കിയ പെട്ടെന്ന്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് ഓപ്പറേഷണൽ ചലഞ്ചസ് ആണ്. ഇത് ആ ഒരു ബബിൾ ഇട്ട് വെച്ചിട്ടില്ലേ, ഓരോ ഹോസ്പിറ്റലിന്റെ ഓരോ ബബിളായിട്ട് വട്ടത്തിലിട്ട് വെച്ചിട്ടില്ലേ, ആ 5 എണ്ണം കറക്റ്റ് ആയിട്ട് പഠിക്കണം. ചോദിക്കാറുണ്ട് എക്സാമിന്. ഓപ്പറേഷണൽ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹോസ്പിറ്റല് ഫേസ് ചെയ്യുന്ന പ്രവർത്തന വെല്ലുവിളികൾ. The main operational challenges faced by the hospital can be broadly categorized as ഏതൊക്കെ മേഖലകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഓപ്പറേഷണൽ ചലഞ്ചസ് എന്ന് പറയുന്നത്, പ്രവർത്തന വെല്ലുവിളികൾ എവിടെയൊക്കെയാവാം? ഇത് കാണാൻ പറ്റുന്നത് എഴുതിയേക്കണത് കുഞ്ഞിനായതുകൊണ്ട്. ഫിനാൻഷ്യൽ ചലഞ്ചസ് ആൻഡ് ഹോസ്പിറ്റൽ പ്രൊഡക്ടിവിറ്റി. ചില കാണാൻ പറ്റുന്നില്ല, ഇല്ല, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് എഴുതിയിട്ടല്ലേ, സൂം ചെയ്യാൻ നോക്കിയിട്ട് പറ്റണില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെയാ, ഇങ്ങനെ തന്നെയാണോ വായിക്കാൻ പറ്റണ്ടോ എന്ന് നോക്കി. ഓപ്പറേഷണൽ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യുന്ന പ്രവർത്തന വെല്ലുവിളികൾ ഏതൊക്കെ മേഖല? ഒന്നാമത്തെ നോക്കിയേ, ഫിനാൻഷ്യൽ ചലഞ്ചസ്, സാമ്പത്തികമായ വെല്ലുവിളി. ഫിനാൻഷ്യൽ ചലഞ്ചസ് ആൻഡ് ഹോസ്പിറ്റൽ പ്രൊഡക്ടിവിറ്റി, ഹോസ്പിറ്റലിന്റെ ഉത്പാദനക്ഷമത, സാമ്പത്തിക മിസ് പറയുമ്പോൾ പറഞ്ഞോ എഴുതി വെക്കാന്ന്, കാണാൻ പറ്റാത്തവര് എഴുതി വെക്കാന്ന പറഞ്ഞേ. ഓക്കെ, ഫിനാൻഷ്യൽ ചലഞ്ചസ് ഒന്നാമത്തെ ആട്ടോ, മുകളില് ഉള്ള ആദ്യത്തെ ഞാൻ പറയുന്നത്. ഫിനാൻഷ്യൽ ചലഞ്ചസ് ആൻഡ് ഹോസ്പിറ്റൽ പ്രൊഡക്ടിവിറ്റി. Financial challenges and hospital productivity. അടുത്തത് നോക്കിയേ, patient safety. പേഷ്യൻസിന്റെ സുരക്ഷ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. Patient safety. Main operational challenges faced by the hospitals തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ കേട്ടോ. Operational challenges faced by the hospital ഏതൊക്കെയാണ്? Patient safety. Patient safety. ഇനി അടുത്ത് നോക്കിയേ, റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ്. റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്, STANDARDS, നിയന്ത്രണ മാനദണ്ഡങ്ങൾ. റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് ആൻഡ് എനർജി മാൻഡേറ്റ്സ്, MANDATES.
എനർജി മാൻഡേറ്റ്സ് ഊർജ ഉത്തരവുകൾ. റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് ആൻഡ് എനർജി മാൻഡേറ്റ്സ് MANTATES ഊർജ ഉത്തരവുകൾ. അടുത്ത് നോക്കിയേ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി, ഹോസ്പിറ്റലിന്റെ സുരക്ഷ, ഹോസ്പിറ്റൽ സെക്യൂരിറ്റി. ഇനി അടുത്തതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി. ഈ ഒരു കാര്യത്തിൽ ഇവിടെയൊക്കെയാണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ. ഇവിടെയൊക്കെ ഓരോ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, അത് അവിടെ നമുക്ക് എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടാം. ചലഞ്ചസ് ആണ്, വെല്ലുവിളികളാണ്. ഓപ്പറേഷൻ മാനേജ്മെന്റിൽ ഫേസ് ചെയ്യുന്ന വെല്ലുവിളികൾ ഏതൊക്കെ സ്ഥലത്താണോ? the main operational challenges faced by hospital. ഏതൊക്കെയാണ് പറഞ്ഞത്? ഫിനാൻഷ്യൽ challenges and hospital productivity, patient safety, regulatory standards and energy mandates, then hospital security, patient satisfaction. അത് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ, മെയിൻ ഓപ്പറേഷണൽ ചാലഞ്ചസ്. ഇനി അടുത്ത് നോക്കി ഇവിടെ, അതായത് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താ വെല്ലുവിളികൾ നേരിടാം. ഈ ഏരിയയിലൊക്കെ ഇവിടെ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയകളിലൊക്കെ നമുക്ക് ഹോസ്പിറ്റലില് വെല്ലുവിളികൾ നേരിടാം. അപ്പോ നമ്മള് ഇവിടെ എന്ത് ചെയ്യണം? ഇംപ്രൂവ്മെന്റ് വരുത്തണം. കണ്ടോ? areas for improvement within a healthcare settings. ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഈ പറയുന്ന കാര്യങ്ങളിലെ അവിടെ ഇംപ്രൂവ്മെന്റ് വരുത്തണം. അതായത് ഇവിടത്തെ പ്രവർത്തനങ്ങള് നമ്മൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ പരിഗണിക്കണം. ഇവിടെ വെല്ലുവിളികൾ നേരിടാം, അവിടുത്തെ പ്രവർത്തനങ്ങള് നമ്മൾ എന്ത് ചെയ്യണം? മുൻഗണനാ അടിസ്ഥാനത്തിൽ പരിഗണിക്കണം. അതായത് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട ഏരിയകളാണ്. Area for improvement within a healthcare settings. ഇവിടെ നോക്കിയേ, ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ പോയിന്റ് വായിക്കുമ്പോഴും മനസ്സിലാവും എന്തൊക്കെയാന്ന് നോക്കിയേ. ഇംപ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക. ഇംപ്രൂവ് ആൻഡ് ഒപ്റ്റിമൈസ്, എന്താ പരമാവധിയാക്കുക, ഒപ്റ്റിമൈസ് ചെയ്യുക, പരമാവധിയാക്കുക. എന്ത്? പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് ഹോസ്പിറ്റലിലെ ആസൂത്രണങ്ങള്, പ്ലാനിങ്, അതുപോലെ പേഷ്യൻസിന്റെ ഷെഡ്യൂളിംഗ് ഒക്കെ ഇല്ലേ, അത് പരമാവധിയാക്കുക, മെച്ചപ്പെടുത്തുക. അല്ല അവിടെ നമുക്ക് പ്ലാനിങ്ങിൽ എന്തെങ്കിലും ഫോൾട്ട് പറ്റാം, അല്ലെങ്കിൽ ചലഞ്ചസ് വരാം അല്ലെ? ഷെഡ്യൂളിങ്ങില് നമുക്ക് എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടാം. അപ്പൊ ഈ പറയുന്ന ഏരിയകളൊക്കെ എന്ത് ചെയ്യണം? നമ്മള് ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതെ മുൻഗണനാ അടിസ്ഥാനത്തില് നമ്മൾ പരിഹരിക്കണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? പ്ലാനിങ്, ഷെഡ്യൂളിങ് പരമാവധിയാക്കുക, മെച്ചപ്പെടുത്തുക. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? പ്ലാനിങ്, ഹോസ്പിറ്റലിലെ ആസൂത്രണവും ഷെഡ്യൂളിങ്ങും എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്തുക, പരമാവധിയാക്കുക. അപ്പൊ അവിടെ നമുക്ക് ചലഞ്ചസ് വരാൻ പറ്റുന്ന ഏരിയ ആണ് അതൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഏരിയകളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ മുൻഗണന കൊടുത്തിട്ട് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങള് മുൻഗണനാ അടിസ്ഥാനത്തിൽ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട് ഈ ഏരിയകളില്. കണ്ടോ? അത് ഒന്നാമത്തെയാണ് പ്ലാനിങ്, ഷെഡ്യൂളിങ്. ഇംപ്രൂവ് ആൻഡ് ഒപ്റ്റിമൈസ്, മെച്ചപ്പെടുത്തുക, പരമാവധിയാക്കുക. എന്ത്? പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും. അടുത്ത നോക്കിയേ, മാക്സിമൈസേഷൻ ഓഫ് ബെഡ് മാനേജ്മെന്റ്. ഹോസ്പിറ്റലിലെ ബെഡ് മാനേജ്മെന്റ് ഇല്ലേ, അത് മാക്സിമൈസ്, പരമാവധിയാക്കുക. ആദ്യ യൂസേജ് ഓഫ് ഹോസ്പിറ്റൽ ഫെസിലിറ്റി, ഹോസ്പിറ്റലുകളിലെ ഫെസിലിറ്റികള് പരമാവധി ഉപയോഗിക്കുക. യൂസേജ് ഓഫ് ഹോസ്പിറ്റൽ ഫെസിലിറ്റി. കണ്ടോ? അപ്പൊ അവിടുത്തെ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ അപ്പൊ പ്രവർത്തനങ്ങൾ നല്ല സ്മൂത്ത് ആയി പോകൂലേ അല്ലേ? അപ്പൊ അവിടുത്തെ ഫെസിലിറ്റി മര്യാദയ്ക്ക് അവർ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ? വെല്ലുവിളി നേരിടാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം അവിടെ അല്ലെ? സൗകര്യങ്ങൾ അവിടെ ഇല്ല എങ്കിൽ അപ്പൊ ആ സൗകര്യങ്ങൾ എന്ത് ചെയ്യണം? പരമാവധി ഉപയോഗിക്കുക. Maximization of bed management and usage of hospital facilities. ഇനി അടുത്ത് നോക്കിയേ, understanding of
ഇൻപേഷ്യന്റ് ഡയഗ്നോസിസ് കണ്ടോ. അടുത്തതാണ് നമ്മൾ ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അല്ലെ. അവർക്കിടെ ഇൻപേഷ്യന്റ് ഡയഗ്നോസിസ് രോഗനിർണയങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് പ്രൊസീജിയർ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയർ അവരുടെ നടപടിക്രമങ്ങള് രോഗനിർണയം ഇതൊക്കെ മനസ്സിലാക്കുക. ഏതുമായിട്ട് മനസ്സിലാക്കണം? വിത്ത് ദർ കോസ്റ്റ് കണ്ടോ. അവരുടെ കോസ്റ്റുമായിട്ട് അവരുടെ ചിലവുകള് അല്ലെ, കോസ്റ്റ് ഉൾപ്പെടെ ആ കോസ്റ്റ് ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ ഇൻപേഷ്യൻസ് ആണ്, അഡ്മിറ്റ് ആണ് ഓൾറെഡി. അപ്പൊ ഡയഗ്നോസിസ് പ്രൊസീജിയറിനൊക്കെ ഒരുപാട് കോസ്റ്റ് വരികയാണെങ്കിൽ അവിടെ എന്താ പറയാ ആ ഹോസ്പിറ്റലിലെ ആ ഒരു പ്രവർത്തനങ്ങളില് നമുക്ക് ഒരു വെല്ലുവിളി നേരിടാം അല്ലെ. രോഗികള് പ്രശ്നങ്ങള് കാര്യങ്ങൾ ഉണ്ടാകാം, വെല്ലുവിളി നേരിടാം. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഇവിടെ ചലഞ്ചസ് വരാൻ പറ്റുന്ന മേഖലയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇംപ്രൂവ്മെന്റ് നമുക്ക് വരുത്തണം. അല്ലെങ്കിൽ മുൻഗണന അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മനസ്സിലാക്കണം. എന്ത്? പേഷ്യന്റിന്റെ ഇൻപേഷ്യന്റ് ഡയഗ്നോസിസ് പ്രൊസീജിയർ ഏതുമായിട്ട്? ചെലവുകളുമായിട്ട് അവരുടെ കോസ്റ്റ് ഉൾപ്പെടെ. പ്രൊസീജിയർ വിത്ത് ദർ കോസ്റ്റ് അതിന്റെ കോസ്റ്റ് ചെലവ് ഉൾപ്പെടെ ഇൻപേഷ്യന്റ് ഡയഗ്നോസിസ് പ്രൊസീജിയർ മനസ്സിലാക്കുക. അടുത്ത് നോക്കി, സ്ട്രീം ലൈനിങ് ആൻഡ് ഒപ്റ്റിമൈസിംഗ് യൂട്ടിലൈസേഷൻ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. സ്ട്രീംലൈനിങ് ആൻഡ് ഒപ്റ്റിമൈസിംഗ്. സ്ട്രീംലൈനിങ് എന്ന് പറഞ്ഞാൽ കാര്യക്ഷമമാക്കുക, ഒപ്റ്റിമൈസിംഗ് എന്ന് വെച്ചാൽ പരമാവധിയാക്കുക. എന്ത്? യൂട്ടിലൈസേഷൻ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉപയോഗം പരമാവധിയാക്കുക, കാര്യക്ഷമമാക്കുക. സ്ട്രീംലൈനിങ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ യൂട്ടിലൈസേഷൻ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. അടുത്ത നോക്കിയേ, streamlining and optimizing utilization of various asset ആസ്തികള് including high-tech equipment. ഉണ്ടോ? ഹൈടെക് എക്യുപ്മെന്റ് ഏതാ? കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അല്ലെ, അങ്ങനെയുള്ള എന്താ പറയാ ഡിവൈസുകളൊക്കെ ഇല്ലേ. അങ്ങനെ ഹൈടെക് എക്യുപ്മെന്റ്സ് അതായത് ഹോസ്പിറ്റലിന്റെ അത് ഫിക്സ്ഡ് അസറ്റ് ആണ്, ആസ്തികളാണ്. അതെന്ത് ചെയ്യുക? അതിന്റെ ഉപയോഗം പരമാവധിയാക്കുക, കാര്യക്ഷമമാക്കുക. ഹോസ്പിറ്റലിലുള്ള പലതരത്തിലുള്ള അസറ്റ് ആസ്തികള് ഇൻക്ലൂഡിങ് ഏതുൾപ്പെടെ? ഹൈടെക് എക്യുപ്മെന്റ് ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലിലെ അസറ്റുകള് അതിന്റെ ഉപയോഗം എന്ത് ചെയ്യുക? പരമാവധിയാക്കുക, മെച്ചപ്പെടുത്തുക. സ്ട്രീം ലൈനിങ് കാര്യക്ഷമമാക്കുക. സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞാൽ കാര്യക്ഷമമാക്കുക. അടുത്തൊക്കെ വെയിറ്റ് ടൈം ഫോർ പേഷ്യന്റ് അറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പ്രോസസ്. അതൊരു പ്രശ്നം വരാം. വെയിറ്റ് ടൈം പേഷ്യൻസിനെ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അല്ലെ, വെയിറ്റ് ടൈം എന്ന് പറഞ്ഞ ഒരു ചലഞ്ച് നേരിടാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് വെയിറ്റ് ടൈം പേഷ്യൻസിന് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ കറക്റ്റ് ഷെഡ്യൂളിങ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോഴൊക്കെ കറക്റ്റ് ടൈം പറയണ്ടേ, ഇത്ര ടൈമിനുള്ളിൽ വന്നാൽ മതി, അത് ഇത്ര സമയത്ത് വന്നാൽ മതി എന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതന്നെ പറയും. അതെന്താ? വെയിറ്റ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാ അല്ലെ. വേരിയസ് ഡിപ്പാർട്ട്മെന്റ് പ്രോസസ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള വെയിറ്റ് ടൈം അത് നമ്മൾ മനസ്സിലാക്കുക കറക്റ്റ് ആയിട്ട്. അത് ശരിയാക്കണം. ഇനി മെഡിക്കൽ ഇറേഴ്സ്, മെഡിക്കൽ പിശകുകൾ വരാം. അത് വെല്ലുവിളി നേരിടാം അല്ലെ. ഹോസ്പിറ്റലിലെ ചലഞ്ചസ് വരാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ മെഡിക്കൽ ഇറർ, മെഡിക്കൽ പിശകുകള്. അപ്പൊ അത് നമ്മൾ നോക്കുക, അത് മനസ്സിലാക്കുക, അവിടെ ഇംപ്രൂവ്മെന്റ് വരുത്തുക. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ is the cost of for the patients. എന്താ? പേഷ്യൻസിന്റെ ശരാശരി ആ ഒരു കാലയളവ്, അവിടെ ലെങ്ത് ഓഫ് സ്റ്റേ, അവർ ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സ്റ്റേ ചെയ്യുന്ന ലെങ്ത്, അത് ഏതാ? കോസ്റ്റ് ഫോർ ദ പേഷ്യൻസിന്റെ കോസ്റ്റുമായിട്ട് താരതമ്യം ചെയ്യണം. ശരാശരി കാലയളവ് ചെലവുമായി താരതമ്യം ചെയ്യണം. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ is the cost for the patients. കോസ്റ്റ് ഫോർ ദ പേഷ്യൻസ്, അതായത് പേഷ്യൻസിന്റെ ശരാശരി ആ ഒരു ലെങ്ത്, അവരുടെ നിൽക്കുന്ന കാലയളവ്, അത് അവരുടെ ചെലവുമായിട്ട് എന്ത് ചെയ്യണം? താരതമ്യം ചെയ്യണം. അതായത് ഒരുപാട് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ഓരോ മാസോ അല്ലെങ്കിൽ സാധാരണ 1-2 ദിവസം കിടന്നിട്ട് നമുക്ക് പോരാൻ പറ്റും, ഡിസ്ചാർജ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ കൂടുതൽ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ എന്താ പറയാ, ആ ഒരു കോസ്റ്റ് അതിനനുസരിച്ചിട്ട് വേണമെന്നാ പറയുന്നത്.
അവർക്ക് വരുന്ന ആ ചെലവാകുന്ന കോസ്റ്റ് അതും ആയിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കണം. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ ഇസ് ദി കോസ്റ്റ് ഫോർ ദ എന്താണ് പേഷ്യന്റ്. Then improved and efficient process. ഇംപ്രൂവ് ചെയ്യുക, മെച്ചപ്പെടുത്തുക and efficient process. ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രക്രിയകൾ, മെച്ചപ്പെട്ടതും കാര്യക്ഷമമായിട്ടുള്ള പ്രോസസ്. അവിടുത്തെ പ്രോസസ്സ് അല്ലെ, പ്രക്രിയകൾ ശരിയല്ല, അവിടുത്തെ പ്രവർത്തനങ്ങൾ ശരിയല്ല, അങ്ങനെയാണെങ്കിൽ അവിടെ ചലഞ്ചസ് നേരിടാം, വെല്ലുവിളികൾ നേരിടാം. ആ ഓപ്പറേഷൻ മാനേജ്മെന്റ് അല്ലെ, അവിടുത്തെ ഇത് കറക്റ്റ് മാനേജ്മെന്റ് ഇതല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വെല്ലുവിളി നേരിടാം. അപ്പൊ ഈ ഒരു കാര്യം പ്രോസസ്സ്, ഇംപ്രൂവ്ഡ് ആൻഡ് എഫിഷ്യന്റ് പ്രോസസ്, കാര്യക്ഷമമായിട്ടുള്ള മെച്ചപ്പെട്ടുള്ളതുമായിട്ടുള്ള പ്രക്രിയകൾ, അത് നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടോ, ഇവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഏരിയ ആണ്. മുൻഗണനാടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഇതാണെങ്കിൽ പരിഹരിക്കേണ്ടതാണ്. വേസ്റ്റ്, അതുപോലെ തന്നെ ഫ്രോഡ് ആൻഡ് അബ്യൂസ് ഓഫ് റിസോഴ്സസ്. പിന്നൊരു കാര്യം, പാഴാക്കുക, ഫ്രോഡ്, വഞ്ചന, എന്തെങ്കിലും കാര്യങ്ങൾ, അബ്യൂസ്, ദുരുപയോഗം ചെയ്യുക റിസോഴ്സുകള്, അതും എന്താ പറയാ ചലഞ്ചസ് വരാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ പറയുന്ന ഏരിയകളിലൊക്കെ വെല്ലുവിളികൾ നേരിടാം ഹോസ്പിറ്റലില്. അപ്പോൾ എന്താ, നമ്മൾ ആ ആദ്യത്തെ എന്താ പറയാ പാരഗ്രാഫിൽ ലാസ്റ്റ് പറഞ്ഞില്ലേ, ഈ പറയുന്ന ഏരിയകളിലൊക്കെ എന്താണ് നമ്മൾ പ്രിയോറിറ്റി ബേസ്ഡ്, മുൻഗണനാ അടിസ്ഥാനത്തില് ഇവിടെ നമുക്ക് ഓപ്പറേഷണൽ ഇഷ്യൂസ് വരാം അല്ലെ, പ്രവർത്തന പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പൊ ഈ പറയുന്ന ഏരിയകളിലൊക്കെ എന്താ നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുത്തണം അല്ലെ, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞിരുന്നത്, ഇവിടെ മുൻഗണനാ അടിസ്ഥാനത്തില് നമ്മള് ഇവിടെ പരിഹരിക്കണം. പ്രവർത്തന പ്രശ്നങ്ങള് നമ്മള് മുൻഗണനാ അടിസ്ഥാനത്തില് പരിഹരിക്കണം. അപ്പൊ അതിനകത്ത് ആ രണ്ട് ഇത് നോക്കി വെക്കാം കേട്ടോ. തേർഡ് പോയിന്റ്, ലാസ്റ്റ് തേർഡ് പോയിന്റ്, അതായത് ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. അതായത് നമ്മൾ ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യലില്ലേ ഒരു ആവറേജ്, അത് അവരുടെ കോസ്റ്റുമായിട്ട്, പേഷ്യൻസിന്റെ കോസ്റ്റുമായിട്ട് താരതമ്യം ചെയ്യുന്ന രീതിയിലായിരിക്കണം. അവരുടെ ആ ഡ്യൂറേഷൻ, അവരവിടെ നിൽക്കുന്ന സ്റ്റേ ചെയ്യുന്ന കാലയളവ് ആ പേഷ്യൻസിന്റെ എന്താണ് ആ കോസ്റ്റുമായിട്ട് താരതമ്യം ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് കുറച്ച് ഇത് സ്റ്റേ ചെയ്യുന്നത് കൂടുതലാകുമ്പോൾ അതിനനുസരിച്ച് കോസ്റ്റും ഇതാവൂലേ, കോസ്റ്റ് കൂടൂലേ. ഒരു ദിവസം അഡ്മിറ്റ് ആയിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യേണ്ടതും ഒരാഴ്ച അഡ്മിറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, താരതമ്യം ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ ആ പേഷ്യൻസിന്റെ കോസ്റ്റുമായിട്ട് താരതമ്യം ചെയ്യണം, കമ്പയർ ചെയ്യണം, അതനുസരിച്ചായിരിക്കണം. അതായത് അവിടെ പേഷ്യൻസിന് അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്ത് പോകണം. ലെങ്ത് ഓഫ് സ്റ്റേ ഇതുമായിട്ട് കോസ്റ്റ് ഓഫ് ദ പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ ചെലവുമായി താരതമ്യം ചെയ്യണം. ഓക്കെ, അപ്പൊ അത്രയും ഒക്കെയാണത് അതിനകത്ത് നമ്മൾ പറഞ്ഞേക്കണം കേട്ടോ. ദ ബെനിഫിറ്റ്സ് ഓഫ് സക്സസ്ഫുൾ ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ്. ഇനി അടുത്തത് നമ്മള് നല്ലൊരു വിജയകരമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രവർത്തനങ്ങളുടെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, നല്ല ഒരു ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ്. ഹോസ്പിറ്റലിലെ ആ രോഗി പരിചരണം, അവിടുത്തെ പ്രവർത്തനങ്ങള് വിജയകരമാണെങ്കിൽ, വിജയകരമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഓപ്പറേഷൻസിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, എന്തൊക്കെ ബെനിഫിറ്റാ നമുക്ക് അതുകൊണ്ട് കിട്ടുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് അതിന്റെ മാനേജ്മെന്റ് സക്സസ്ഫുൾ ആണ്, വിജയകരമാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. There are number of benefits to successful healthcare operation management include. പേരുകൾ മാത്രം നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഏതൊക്കെയാ? ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസ്, പേഷ്യൻസിന് നല്ലൊരു അനുഭവം കിട്ടൂലേ, മെച്ചപ്പെട്ട ക്ലയന്റ് എക്സ്പീരിയൻസ്. അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ലതാണെങ്കിൽ പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു ക്വാളിറ്റി കെയർ കിട്ടും, നല്ലൊരു പരിചരണം കിട്ടും, അതൊരു ബെനിഫിറ്റ് ആണ്. അടുത്ത നോക്കിയേ, ഇംപ്രൂവ്ഡ് ബോട്ടം ലൈൻ ആൻഡ് കോമ്പറ്റീറ്റീവ് എഡ്ജസ്. ഇത് നമുക്ക് ഡീറ്റെയിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം, പേര് മാത്രം ഒന്ന് പറയാം കേട്ടോ. ഓട്ടോമേറ്റിംഗ് ഓർ സിംപ്ലിഫൈയിങ് റിക്കറിംഗ് ടാസ്കുകൾ.
ഓട്ടോമേറ്റ് യന്ത്രവൽക്കരിക്കുക, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക. ആവർത്തിച്ചുള്ള ജോലികൾ സിംപ്ലിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആക്കാൻ പറ്റും. ദെൻ ക്ലാരിഫൈങ് റോൾസ്, റോളുകൾ ഓരോരുത്തർക്കും ക്ലാരിഫൈ ചെയ്യാം. ഇതൊക്കെ ബെനിഫിറ്റ് ആട്ടോ. ഐഡന്റിഫൈങ് പേഷ്യന്റ് കെയർ ട്രെൻഡ്സ്, ഇംപ്രൂവ്ഡ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി, എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ബെനിഫിറ്റ്സ്. അതിലെ ബെനിഫിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് അതിന് ചോദിക്കാം. പല പോയിന്റുകൾ മാത്രം നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഒരു സക്സസ്ഫുൾ ഹെൽത്ത് കെയർ ഓപ്പറേഷൻസിന്റെ ബെനിഫിറ്റ്സ്, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്, കുറെ ബെനിഫിറ്റ് ഉണ്ട്. നല്ലൊരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള്, അതിന് എല്ലാം നല്ലൊരു ബെനിഫിറ്റ് അവിടെ പറയുന്നുണ്ട്. നല്ല പ്രയോജനമാണ് അല്ലെ? ഹോസ്പിറ്റലിലെ നല്ലൊരു പ്രവർത്തനമാണ്, സക്സസ്ഫുൾ ആണ് അവിടുത്തെ പ്രവർത്തനങ്ങള് എങ്കിൽ നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ബെനിഫിറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം.